ടോക്കിയോയുടെ തിരക്കിൽ നിന്ന് അല്പം ദൂരെയായി സമയത്തെ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം. ശാന്തമായ വഴികൾ, പഴമയുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ, കാറ്റിനൊപ്പം ചലിക്കുന്ന വൃക്ഷങ്ങൾ. ഒരു കാലത്ത് സാമുറായികൾ അധികാരം പിടിച്ചെടുത്തൊരിടം. അതെ, പറഞ്ഞു വന്നത് കാമക്കുറയെ പറ്റിയാണ്. ഓരോ കോണിലും ചരിത്രത്തിൻ്റെ ശബ്ദം ഇപ്പോഴും നിലനിൽക്കുന്ന കാമക്കുറയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജപ്പാൻ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ട് ഇതുവരെ ശരിയായിട്ടില്ല. ഇന്നലത്തെ അവസ്ഥ ഒന്ന് കാണുന്നവനെ. അവിടെ നിന്നുണ്ടല്ലോ കാവുച്ചിക്കോന്ന് ആ ബസ്സിൽ കയറുന്നവരെയുള്ള തണുപ്പ് ഒരു 5-6 ഡിഗ്രി അവർ കാണിച്ചെങ്കിലും ഉണ്ടല്ലോ മൈനസ് ഫീലായിരുന്നു. മൈനസ് ഫീൽ എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ ഡയറക്റ്റ് ബസ് എടുക്കാണ്ട് വേറെ വഴിയില്ലായിരുന്നു. കാരണം അത്രയും തണുത്ത് വിറച്ച് നിൽക്കുക. പിന്നെ ട്രെയിൻ മാറി കയറി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പോസിബിൾ ആണെന്ന് തോന്നിയില്ല. അത് കാരണം കൊണ്ടിട്ട് ഡയറക്റ്റ് ബസ് എടുത്തു. 2200 yen ഒരാൾക്ക് നമുക്കിവിടെ ഡയറക്റ്റ് ഷിഞ്ചുക്കു വരെ ബസ് കിട്ടും. അങ്ങനെ പോകുന്നു. 1.5 മണിക്കൂർ തികച്ചെടുത്തില്ല. അതിന് മുന്നേ ഷിഞ്ചുക്കു എത്തി. ആ ബസ്സിൽ കയറി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയി. ആ തണുപ്പത്ത് അത്രയും ടയർഡായിപ്പോയി. അത് മാത്രമോ, ഇന്നലെ ബസ്സിലിരിക്കുമ്പോഴത്തേക്കും റോഡ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മഞ്ഞ് കിടക്കുന്ന സൈഡിൽ ബസ്സിലിരുന്ന് കാണുന്ന കാഴ്ച മഞ്ഞ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഗൂഗിൾ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഫ്രോസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, അലേർട്ട്. ഫ്രോസ്റ്റിന്റെ അലേർട്ട് ഉണ്ടായിരുന്നു. റോട്ടിൽ മുഴുവൻ മഞ്ഞു. അതെ, നേരെ ഒരു കണക്കിന് ഇവിടെ എത്തി. അപ്പം ഇന്ന് നമ്മളുടെ പ്ലാൻ കാമക്കുറയാണ്. കാമക്കുറക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഭക്ഷണം കഴിക്കണം. ഇന്നലെ ആകെ വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിച്ചോളൂ. അതിൻ്റെ ഒരു ടയർഡ്നെസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ മെഗ്ഡിയിൽ വന്നേക്കാം കേട്ടോ രാവിലെ കഴിക്കാനായിട്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ കടകൾ അധികം തുറന്നിട്ടില്ല. ഇപ്പോൾ മണി 9:15. ഓക്കെ, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ബർഗറൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഇന്ന പോലെ ആലോചിച്ചിട്ട് ദോശ ഇടുകയായിരുന്നു ഇഷ്ടമാണ് കേട്ടാ. മെഗ്ഡിയുടെ പുറത്തുള്ള സെറ്റപ്പ് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇനി ഇത് അടിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോകാനായിട്ട്. ഇത് കഴിക്കട്ടെ കേട്ടാ, നല്ല വിശപ്പുണ്ട്. അതൊരു കലക്കം ഭക്ഷണം കഴിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഓക്കുപൈ സ്റ്റേഷൻ. അവിടെ പോയിട്ട് ട്രെയിൻ കയറിയിട്ട് വേണം കാമക്കുറ പോകാൻ. ട്രെയിൻ കയറി മാറി കയറി പോകുന്നു. ട്രെയിനിൽ കയറി മാറി കയറി പോകണം. 1.5 മണിക്കൂർ കാണിക്കണം. ഓക്കെ, അപ്പം അങ്ങോട്ട് പോട്ടെ. ഇനി കുറച്ച് പൈസ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ATM നിന്ന് എടുത്തിട്ട് വേണം ലോഡ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ കാമക്കുറയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുക കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം 2 ട്രെയിൻ മാറി കയറി വേണം കാമക്കുറയിൽ എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കാമക്കുറ. പിന്നെ എന്തുകൊണ്ട് കാമക്കുറ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കാമക്കുറ ഒരു തീരദേശ പ്രദേശമാണ്. അതുകൂടാതെ ചരിത്രം ഉറങ്ങുന്നൊരു മണ്ണ് കൂടിയാണ്. നിങ്ങൾ ഈ ജാപ്പനീസ് സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഷോഗൺ അല്ലെങ്കിൽ സാമുറായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്ന സാമുറായിമാരുടെ ഒരു പൊളിറ്റിക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഈ പറയുന്ന കാമക്കുറ. അന്ന് നടന്ന ജപ്പാൻ മംഗോളിയ യുദ്ധങ്ങളുടെ ഒരു പ്രധാന ബുദ്ധികേന്ദ്രം കൂടിയായിരുന്നു ഈ പറയുന്ന കാമക്കുറ. നമ്മളിപ്പോൾ അതേ കാമക്കുറ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് നമ്മളുടെ ട്രാവൽ ടൈം. ഇതാണ് കാമക്കുറ സ്റ്റേഷൻ. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഈ കാണുന്നത് മുഴുവൻ ബസ് സ്റ്റോപ്പുകളാണ്. അപ്പോൾ കാമക്കുറയിൽ സൈറ്റ് സീയിങ്ങിന് പോകാനുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് ബസ് ബോർഡ് ചെയ്യാവുന്ന കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് ഈ ഷ്രൈനിലോട്ടാണ്, ഹച്ചിമാങ്കു ഷ്രൈൻ. അപ്പോൾ ഇവിടെ 1-ലധികം പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഏത് സൈഡിലേക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സൈറ്റ് സീയിങ് സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുക, എന്നിട്ട് അവിടെ നിന്നുള്ള ബസ് എടുത്ത് പോകാം കേട്ടോ. അതാണ് പരിപാടി. നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഷ്രൈനിലോട്ട് പോകാനായിട്ട് 10 മിനിറ്റ് ഇവിടെ നടക്കാനേ ഉള്ളൂ. അപ്പോൾ നടക്കുന്നതന്നെ എളുപ്പം. ഇവളെന്നെ കൂട്ടാണ്ട് പോവാ മാത്രം പോയത്. എന്നെ കൂട്ടാണ്ട് പോയത് സെയിം കളർ കോട്ടിട്ട് അതിന്റെ കൂടെ പോയേനെ.
ഇവളെ ജപ്പാനിൽ കൊണ്ട് കളയുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു കേട്ടാ. അത് കാരണം വേണ്ടിയിട്ട് ഇവളുടെ മേത്ത് ഞാൻ ട്രാക്കർ വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ അതേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ചില മരങ്ങളൊക്കെ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട് ഈ റോഡ് സൈഡിൽ ഈ മരങ്ങളിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഹച്ചിമാങ്കു ഷ്രൈൻ ലക്ഷ്യമാക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു തൊപ്പിക്കടയാട്ടോ. വെറൈറ്റി തൊപ്പികളുണ്ട്. പക്ഷെ ഉടുക്കത്ത പ്രൈസ്. എത്ര രൂപ? 4000 എന്ന് പറഞ്ഞാൽ നമ്മളെ 2000 രൂപ കൂടുതലുണ്ടാവും. അതാണ് തൊപ്പിയുടെ പൈസ. തൊപ്പി, പിന്നെന്തായിരുന്നു, കർച്ചീഫ്, ഗ്ലൗസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ സാധനത്തിന് ഭയങ്കര പൈസ. പക്ഷെ നാട്ടിലെ യൂണിക്ലോക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ എനിക്ക് തോന്നുന്നു ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. ഇവിടെ സാധനങ്ങൾക്ക് എന്തായാലും പൈസ കുറവാണ്, ജപ്പാൻ മെയ്ഡായത്. ഞാൻ ഇന്നലെ അതുപോലെ തന്നെ ഒരു ടെക് വാങ്ങിച്ചു. അതിട്ടിട്ട് ഇന്നലെ കിടന്നുറങ്ങിയത്. ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ ടെക്നോളജി തന്നെ നമ്മുടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തെർമൽസ് ഇല്ലേ, ഡെക്കാത്തലോണിൽ നിന്നൊക്കെ മേടിക്കുന്നത്, ആ തെർമൽസിൻ്റെ അതേ കൺസെപ്റ്റിലുള്ള ഒരു സാധനം. ഞങ്ങൾ റോഡ് ക്രോസ് ആയിട്ട് ഇതായി ഇപ്പോൾ നടുക്കൂടെ നടക്കുക കേട്ടോ. 2 സൈഡിലും സക്കുറ മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം പൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വഴിയുടെ ഭംഗിയൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ അതിലേക്കൂടെ നടന്ന് ഒരു റോഡ് മുറിച്ച് കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഷ്രൈനിൻ്റെ കോമ്പൗണ്ടിലായി. ഇതാണ് ടോറി ഗേറ്റ്. അപ്പോൾ ആ ടോറി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചെയ്തിട്ടാണ് ജപ്പാനീസ് ആൾക്കാരെല്ലാം ഈ ഷ്രൈനിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നത് കേട്ടോ. കാമക്കുറയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഷ്രൈനിലോട്ടാണ് നമ്മളിപ്പോൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല ജപ്പാനിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷ്രൈൻ കൂടിയാണ് ഈ പറയുന്ന ഹച്ചിമാങ്കു ഷ്രൈൻ. ഇത് ശരിക്കും വളരെ വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ചെറിയ ചെറിയ കുളങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം ഉണ്ട്. അതുകൂടാണ്ട് മെയിൻ ഷ്രൈൻ അല്ലാണ്ട് ചെറിയ ചെറിയ ഷ്രൈൻസ് വേറെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അവിടേക്ക് എന്തൊക്കെയോ റിച്വൽസ് നടക്കുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മെയിൻ ഷ്രൈൻ ലക്ഷ്യമാക്കി നടക്കുക കേട്ടോ. അതുകൂടാണ്ട് ഈ നടക്കുന്ന വഴിയിൽ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന കടകളുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് ആദ്യം പോയിരിക്കാന്ന് ഊഹിക്കാമല്ലോ. എങ്ങനെയുണ്ട്? ഇതിനെ ടെമിസുയ എന്നാട്ടോ പറഞ്ഞു വരുന്നത്. ഒരു പ്യൂരിഫിക്കേഷൻ ഫൗണ്ടൈൻ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഷ്രൈൻസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവർ അവരുടെ ബോഡി ഫിസിക്കലി മാത്രമല്ല മെൻ്റലി മൈൻഡ് എല്ലാം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ചെയ്യുന്നൊരു പ്രോസസ്സായിട്ടാണ് ഇവരിതിനെ കാണുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഷ്രൈൻ. അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഈ പതിയെ സ്റ്റെപ്സ് കയറി മേലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഷ്രൈൻസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ജാപ്പനീസുകാരുടെ ട്രഡീഷണൽ ഡ്രസ്സസ് ആയിട്ടുള്ള കിമോനോ റെൻ്റ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കിമോനോ റെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ചെരുപ്പും കൂടെ കിട്ടും. അപ്പോൾ അതൊരു ഗ്രിപ്പില്ലാത്തതാണ്. അത് വെച്ചിട്ട് ഈ സ്റ്റെപ്സ് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ആദ്യകാലങ്ങളിൽ സാമുറായികൾ വെറും യോദ്ധാക്കളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്രവർത്തിയുടെയും രാജകുടുംബത്തിൻ്റെയൊക്കെ അംഗരക്ഷകർ പോലെ. എന്നാൽ ഈ കാമക്കുറയിലാണ് അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്നത്. ഈ മിനാമോട്ടോ യോറിട്ടോമോ അധികാരം സ്വന്തമാക്കിയ ശേഷം ജപ്പാനിലെ ആദ്യ ഷോഗുനേറ്റ് സ്ഥാപിച്ചു. അത് വലിയൊരു മാറ്റമായിരുന്നു. ചക്രവർത്തിക്ക് ആ ഒരു പേരുണ്ടായിരുന്നെങ്കിൽ പോലും സാമുറായികൾക്കായിരുന്നു പിന്നീടുള്ള പൊളിറ്റിക്കൽ പവർ. അങ്ങനെ ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുമ്പോൾ ഇത് വെറുമൊരു ക്ഷേത്രമായിട്ട് മാത്രമല്ല, സാമുറായിമാരുടെ അധികാരത്തിൻ്റെയും ശക്തിയുടെ ഒരു പ്രതീകമായിട്ടായിരുന്നു അവരിതിനെ കണ്ടിരുന്നത്. ഞങ്ങളാ ഷ്രൈൻ വിസിറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടാ. അപ്പോൾ നല്ല വെയിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ നമുക്ക് അലൗഡ് ഇല്ല. അതുകൊണ്ടിട്ട് പുറത്തുള്ള ഫുട്ടേജസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എങ്ങനെ പോണേ? ഒരു ടെമ്പിളും ഉണ്ട്, പിന്നെ ഒരു ഗ്രേറ്റ് ബുദ്ധയുടെ സ്റ്റാച്ചു ഉള്ള ഒരു സ്ഥലവും. അത് രണ്ടുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹസേദര ടെമ്പിളും പിന്നെ ഒരു ഗ്രേറ്റ് ബുദ്ധ സ്റ്റാച്ചു. അങ്ങനെ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ച ഇതാണ് കേട്ടോ. ചെറിയൊരു പോണ്ടും അതിന് കുറുകെയുള്ള ഒരു ബ്രിഡ്ജും പിന്നെ നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു പൂന്തോട്ടം.
അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും വലിയൊരു തടാകം കാണാം കേട്ടോ. അവിടെ ഒരുപാട് പേര് ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് അവിടെ മീനിന് തീറ്റ കൊടുക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇപ്പോൾ ഈ തടാകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ചെറിയൊരു ഷ്രൈനാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഡ്രം ബീറ്റൊക്കെ കേൾക്കുന്നുണ്ട്, എന്തോ റിച്വൽസ് നടക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് സ്ഥലങ്ങൾ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്കൊരു ഹാഫ് ഡേക്ക് മേലെ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ആ ഷ്രൈനിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്ട്രീറ്റിൽ വന്നേക്കാട്ടെ. ശരിക്കും ഇതിൻ്റെ പരിസരത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരു ബിസി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചെറിയ ഷോപ്പിങ്ങോ എന്നതാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫുഡ് ജോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം, ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലായിട്ട് ജാപ്പനീസ് യൂസ് ചെയ്യുന്ന കാൻസാഷി എന്ന് പറഞ്ഞിട്ട് ഈ ഹെയർ ക്ലിപ്പ് പോലത്തെ ഒരു ഐറ്റം വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഡെമോ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അവർ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ട് കാണുന്നത്. അപ്പോൾ ഡമ്മിയിൽ പരിശീലനം ലഭിച്ചതിന് ശേഷം നമുക്കിത് സ്വയം തലയിൽ കുത്തി നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പെട്ടു എന്നുള്ള ഒരു അപായ സൂചന കിട്ടിയത് കൊണ്ട് ഞാൻ അപ്പം തന്നെ ചാടി പുറത്തിറങ്ങി കേട്ടോ. 2500 yen മുതൽ 4000 yen വരെയുള്ള ഹെയർ ക്ലിപ്പുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം ഉച്ചയായി, നമ്മളിതാ ഇവിടെ നിന്ന് 2 സ്നാക്സ് മേടിക്കാൻ പോവാം കേട്ടോ. അതുപോലെ ചെറിയ കുക്കീസോ സ്നാക്സൊക്കെ വെക്കുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും. അത് കഴിച്ച് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം അവിടെ നിന്ന് മേടിച്ചാൽ മതി. പിന്നെ ഇത് ഭയങ്കര രസകരമായിട്ട് തോന്നി കേട്ടോ. ഇത് കണ്ടോ, പിഗ് പാർക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എന്നാ സംഭവം എന്നറിയാം, ഇതിനകത്ത് കുറച്ച് പന്നിക്കുട്ടികളുണ്ട്. അപ്പോൾ അതിനെ പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പൈസ കൊടുത്ത് കയറാം. അതാണ് പരിപാടി. അങ്ങനെ പന്നികൾ മാത്രമല്ല കേട്ടോ, കുരങ്ങന്മാരുണ്ട്, പട്ടികളുണ്ട്, അങ്ങനെ പല ജീവികളും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്ട്രീറ്റിൽ നിന്നൊക്കെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മളുടെ വന്നിറങ്ങിയ കാമക്കുറ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാട്ടോ. ഇനി അടുത്ത് ഇവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം ഗ്രേറ്റ് ബുദ്ധ കാണാൻ വേണ്ടി പോകാൻ. ഇവിടെ നിന്ന് 11 മിനിറ്റ് റൈഡ് ഉണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം 1 വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ബസ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള സ്യൂക്ക കാർഡ് മാത്രം മതി നിങ്ങൾക്ക് ഈ ബസ് സർവീസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കയറുമ്പോൾ ടാപ്പ് ചെയ്യുക, ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്യുക, അതാണ് സെറ്റപ്പ്. അപ്പോൾ ഇതിനൊക്കെ 100 മുതൽ 200 yen വരെ നമ്മളുടെ അവർ ചാർജായിട്ട് എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് എടുത്തോളൂ കേട്ടോ. നമ്മുടെ ഇറങ്ങേണ്ട സ്റ്റോപ്പിലെത്തി. അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് 100 മീറ്റർ പോലും ഇല്ല എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നു. ക്രോസ് ചെയ്ത് വരുന്നത് നേരെ ഗ്രേറ്റ് ബുദ്ധയുടെ ആ എൻട്രൻസിലേക്ക് കേട്ടോ. ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട്, 300 yen ആണ് ഒരാൾക്ക് കേട്ടോ. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ വന്ന് ഇറങ്ങി നേരെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ കേട്ടെ ഗ്രേറ്റ് ബുദ്ധയുടെ സ്ഥലം. അപ്പോൾ അവിടെ വന്നേക്കാണ് എൻ്റെ പുറകെ കാണാൻ നമുക്ക്. അപ്പോൾ ഇതാണ് കാമക്കുറയിലെ ഗ്രേറ്റ് ബുദ്ധ. 1252 വെങ്കലത്തിൽ നിർമ്മിച്ച ഈ മഹത്തായ വിഗ്രഹം ഒരിക്കലും ഒരു വലിയ ക്ഷേത്രത്തിനുള്ളിലായിരുന്നു. പക്ഷേ പ്രകൃതിക്ഷോഭവും ചുഴലിക്കാറ്റുകളും പിന്നെ 1498 ഭീകര സുനാമിയും അവയെല്ലാം ആ ക്ഷേത്രത്തെ ഇല്ലാതാക്കി. എന്നാൽ ഈ ബുദ്ധൻ മാത്രം നിലനിന്നു. ഈ ബുദ്ധവിഗ്രഹത്തിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിലത്തെ കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്.
ഇപ്പോൾ വെയിലൊക്കെ ഇത്തിരി കുറവുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ആ ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. ഇനിയിപ്പോൾ ഇതിന് ശേഷം ബീച്ച് സൈഡിലോട്ട് പോകണം. ഇത് ഭയങ്കര ടോക്കിയോ പോലെയല്ല, കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ആൾക്കാരൊക്കെ ഭയങ്കര സ്ലോ മൂവിങ് ആണ്. അപ്പോൾ എല്ലാവരും ആസ്വദിച്ച് നിന്ന് കണ്ട് മനസ്സിലാക്കി അങ്ങനെ പോകുന്നൊരു സ്ഥലം. കാമക്കുറ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ അങ്ങനെയൊന്നും മറ്റേ റഷൊന്നും ഇല്ലായിരിക്കും. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള സമയം എടുത്ത് വേന്നൊരു സ്ഥലം. പിന്നെ ജപ്പാനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കടന്നു പോകാൻ പോകുന്ന മറ്റൊരു രസകരമായ കാഴ്ച കാണിച്ചു തരട്ടെ. ഇതെന്ത് പൈസടാ? ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോടാ. പറ്റിച്ചാ? 50 പൈസ. ഓ, 1 പൈസ. 4, 5, 100 രൂപ കേട്ടാ. 100 രൂപ, 103 പൈസ. വട്ടണത് എന്താന്ന് പോലും അറിയില്ല. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിൽ തിട്ടപ്പെടുത്തി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കായിട്ട് നീങ്ങുക കേട്ടോ. ശരിക്കും ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന കോയിൻ ഓർഗനൈസേഴ്സൊക്കെ ഒന്ന് കാണണം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഇവർ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന രീതി നമ്മളെ എന്തായാലും അത്ഭുതപ്പെടുത്തും. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഹസദേര ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇതിനുശേഷം നമ്മൾ ബീച്ച് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. 400 yen ആണ് ഒരാൾക്ക് ഉള്ള റേറ്റ്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാനായിട്ട്. ഇപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ സമയമായ കേട്ടോ. ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഹസദേര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 1300 വർഷങ്ങൾക്ക് മുന്നേ പണി കഴിപ്പിച്ചൊരു ക്ഷേത്രം കൂടിയാണിത്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ ലാന്റേൺ ശ്രദ്ധിച്ചോ? ഇത് നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? അസക്കുസ ടെമ്പിളിൽ കയറുന്നതിന് മുന്നേ. രാവിലെ ഹച്ചിമാങ്കു ഷ്രൈന് നമ്മൾ ചെറിയൊരു ഡയറി മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊരു ഷ്രൈൻ വിസിറ്റ് ചെയ്യുമ്പോഴും അവിടെ ഇതേപോലെ ഒരു സ്റ്റാമ്പ് ബോക്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഡയറിയിൽ നമുക്ക് തന്നെ അതിനകത്തു നിന്നൊരു സ്റ്റാമ്പ് അടിക്കാവുന്നതാണ്. അപ്പം നമ്മൾ പതിപ്പിക്കുന്ന ഈ സ്റ്റാമ്പ് കൂടാണ്ട് ഗോഷിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ വഴിയെ പറയാം. ശരിക്കും ചെറിയ ചെറിയ കുളങ്ങളും പൂന്തോട്ടങ്ങളും ഇവിടെ ഏതൊരു ഷ്രൈനിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ശരിക്കും നമ്മളൊരു ക്ഷേത്രമോ മറ്റേതെങ്കിലും ആരാധനാലയമോ സന്ദർശിക്കുമ്പോഴത്തേക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആ ശാന്തതയും സമാധാനവും സന്തോഷവും ലഭിക്കാനായിട്ടുള്ളതെല്ലാം അവരിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ കുട്ടി ബുദ്ധപ്രതിമകൾ കണ്ടോ? ഇതിനെയാണ് 1000 ജിസോ എന്നറിയപ്പെടുന്നത്. കുട്ടികളെ സംരക്ഷിക്കുകയും പിൻഗാമികൾക്ക് സമൃദ്ധി നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ബുദ്ധമത ദേവതയാണ് ജിസോ. ഈ ബുദ്ധവിഗ്രഹത്തെ മിസുകാക്കെ ജിസോ എന്നറിയപ്പെടുന്നു. പ്രതിമയ്ക്ക് മുകളിൽ സൗമ്യമായി വെള്ളമൊഴിച്ചാൽ മനസ്സ് ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ഈ ഒരു പടികളിലൂടെ കയറിയ നമ്മൾ ഹസദേര മെയിൻ ടെമ്പിളിൻ്റെ മുന്നിലെത്തും കേട്ടോ. ഐതിഹ്യമനുസരിച്ച് AD 721 ഹട്സുസിയിലെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നാറ ഒരു പുണ്യവൃക്ഷത്തിൽ നിന്ന് 2 കനോൺ പ്രതിമകൾ കൊത്തിയെടുത്തിരുന്നു. ഒന്ന് നാരയിലെ ഹസദേര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. മറ്റൊന്ന് അത് വീണ്ടും പ്രത്യക്ഷപ്പെടാനും മറ്റെവിടെയെങ്കിലും ആളുകൾക്ക് രക്ഷകനായി മാറാനുമായി പ്രാർത്ഥനയോടെ കടലിലേക്ക് എറിയപ്പെട്ടു. 15 വർഷത്തോളം വെള്ളത്തിന് കുറുകെ സഞ്ചരിച്ചതിന് ശേഷം ഇന്നത്തെ കനഗാവയിൽ ആ പ്രതിമ ഒടുവിൽ കരയ്ക്കടിഞ്ഞു. ആ പ്രതിമ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് AD 736 കാമക്കുറയിലെ ഹസദേര ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കനോൺ വിഗ്രഹത്തെപ്പറ്റി മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ സ്വന്തം തലയ്ക്ക് മുകളിൽ 11 തലകളുള്ളതിനാൽ ഇതിനെ 11 ഹെഡഡ് കനോൺ എന്ന് പറയപ്പെടുന്നു. ഇതിന് ഏകദേശം 9.18 മീറ്റർ ഉയരമുണ്ട്. ഇത് ജപ്പാനിലെ ഏറ്റവും വലിയ തടിബുദ്ധ പ്രതിമകളിൽ ഒന്നായി മാറുന്നു. ക്ഷേത്രം ഒഴിച്ചു നിർത്തിയാൽ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ സൈഡിലേക്കാണ് നമുക്കിനി നടന്നു പോകേണ്ടത്. ഓൾറെഡി സൺസെറ്റിൻ്റെ സമയമായി. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം സൺസെറ്റൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കാമക്കുറ സ്റ്റേഷനിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് 10 മിനിറ്റുള്ള നടത്തമുണ്ട്.
അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ആ സ്റ്റേഷനിൽ നിന്ന് വേണം കാമക്കുറ സ്റ്റേഷനിലേക്കുള്ള ട്രെയിൻ പിടിക്കാനായിട്ട്. ഇതൊരു ലോക്കൽ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ആ ട്രെയിൻ കയറി വേണം കാമക്കുറ സ്റ്റേഷനിലെത്തിയിട്ട് നമ്മൾ എങ്ങനെയാണോ വന്നത് അതുപോലെ തിരിച്ച് ടൗണിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.